എന്താ കുട്ടി ഇത്? വേളി നടക്കാൻ പോണോന്ന് അറിയുമ്പോ കരയേ? സരസ്വതി, മുല്ലപ്പൂ എത്ര വന്നിട്ടുണ്ട്? വേണാട്ടീന്ന് ചെറിയമ്പ്രാട്ടി വരുമ്പോ ഒന്നിങ്ങോട്ട് വരാൻ പറയണം കേട്ടോ. അമ്മയുടെ മുന്നിലിരുന്ന് ഇങ്ങനെ കരയാണ്ടിരിക്കൂ കുട്ടി. അച്ഛൻ തമ്പുരാൻ ഇന്ന് രാത്രിക്ക് മുമ്പ് എത്തും. അരുതാത്തതൊന്നും ആലോചിക്കണ്ട. വിരുന്നേരൊക്കെ വന്നിട്ടുണ്ട്. ആരെ? പുറത്തൂടെ വാ. ആ വെളുത്ത് പരന്ന ചൊങ്കനതാ, അതാണ് കബീർദാണ്. ഗുജറാത്തിയാ, നല്ല മനുഷ്യനാ. അയാൾ അങ്ങേപ്പുറത്ത് നിൽക്കണത് അയാൾ വലങ്കയ്യ ചന്ദ്രനായര്, മലയാളിയാ. അയാളും നല്ല മനുഷ്യനാ. അതിന്റെ ഇങ്ങേപ്പുറത്തുള്ളവനതാ, ഓന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ചെറ്റാന്ന് പറഞ്ഞ പരമ ചെറ്റ. ഞാനേറ്റൊന്നും മുട്ടിയിട്ടുള്ളതാണ്. ഇവരൊന്നും മുമ്പ് കണ്ടിട്ടില്ലേ? ഇല്ല. ഇവരല്ലേ പരിചയപ്പെടേണ്ടത്. നല്ല മനുഷ്യരാ. പരിപാടിയൊക്കെ കൈകൊണ്ടാ. ജപ്പാനിൽ പോയി മുറ പിടിച്ചതാ. ജമാലിക്ക് ഒന്നും ചെയ്യില്ലായിരിക്കും. അത് നോക്കണ്ട. ഇന്നെ തട്ടാമെന്നാണ് ഇന്നെ തട്ടും. ബിസൻസ് ബന്ധും രോഗിയൊക്കെ വേറെ. ഈ പഹന്മാർ ഇവിടെ എന്നെത്തിന്നാ ഞാൻ നോക്കണേ. ചുരുങ്ങിയത് 2-3 ദിവസം മുമ്പെങ്കിലും വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ടാവണം. സ്ഥലം ശരിക്ക് പഠിക്കാണ്ട് കബീർ വരൂല. നമ്മളിപ്പോ എന്താ ചെയ്യാ? അത് ശരി. മുണുങ്ങി കൗത്ത് വരെ നരിന്റെ തൊള്ളയിലായതിന്റെ ചോദിക്കും. അപ്പൊ എന്താ ചെയ്യാന്ന്? അബ്ദുള്ള, എന്റെ മകനും പോയോ? അബ്ദുള്ള बोल, कमरान कहाँ है? मुझे मालूम नहीं कमरान कहाँ है। कबीर भाई। कबीर भाई नहीं, तुम्हारे लिए तो कबीर कसाई है। बोलता क्यों नहीं? मुझे छोड़ दो, मैं मर गया। कहाँ है साला? बोल साले, मैं पूछता हूँ तमरान कहाँ है? बोल साले। बोलो, बोलता क्यों नहीं?
मैं जाता हूँ, मैं जाता हूँ। अल्हम्दुलिल्लाह। അബ്ദുള്ള അബ്ദുള്ള പഠിച്ചോ നമ്മളെ കൂടെ ഉണ്ട്. തിരുമേനി തിരുമേനി എന്താ ഇതൊക്കെ? തമ്പ്രാനെ നിങ്ങളെല്ലാം കൂടെ കൊന്നോ? നിലവറയുടെ താക്കോലാണ്, പോയി തുറന്നു നോക്കൂ.
തമ്പുരാനെ, ആവൂ ദൈവം കാത്തു. മോളിൽ എന്തൊക്കെയാ സംഭവിച്ചത്? യുദ്ധായിരുന്നു, യുദ്ധം. ചെറിയച്ഛനും മരുമക്കളും റൗഡികളും ഒരു ഭാഗത്ത്, തിരുമേനിയും ചങ്കുണ്ണിയാരും വേറൊരു ഭാഗത്ത്. അടിയെന്ന് പറഞ്ഞാൽ നല്ല പൊരിഞ്ഞടിയായിരുന്നു. ആരൊക്കെ എവിടെയൊക്കെ വീണ് കിടക്കുന്ന ഒരു പിടിയില്ല. ആരെങ്കിലും ചത്തറുണ്ടാവോ അത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് ഞാൻ കരുതി. എന്നെ കീഴ്പ്പെടുത്തി ഇതിനുള്ളിൽ കൊണ്ടുവന്നിടുമ്പോ കൊല്ലാനാവും തന്നെയാ ഞാനും കരുതിയത്. ഇപ്പൊ ബോധ്യാവണു രക്ഷിക്കാനായിരുന്നു. ആരാണാവോ ഇത് ചെയ്തത്? അനന്തൻ അല്ല, അബ്ദുള്ള. അബ്ദുള്ളേ? ആ, രണ്ടും ഒന്ന് തന്നെ മെന്നെ. മുഖം കാണിക്കാതെ പോകാൻ മനസ്സ് വന്നില്ല. മാപ്പ് പറഞ്ഞാൽ തീരുന്ന തെറ്റുകളല്ല ചെയ്തിട്ടുള്ളത്. എന്ത് പ്രായച്ചിത്തം ചെയ്യണമെന്നും എനിക്കറിയില്ല. ഈ കൊട്ടാരവും അന്തഃപുരവും എല്ലാറ്റിലും ഉപരി അങ്ങയുടെ നല്ല മനസ്സും ഈ മ്ലേച്ഛൻ തൊട്ടശുദ്ധാക്കി. പുച്ഛിച്ചോളൂ. പണത്തിന്റെ അത്യാവശ്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് ഞാൻ പുറപ്പെട്ടത്. ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട ബാപ്പയുടെ പേരിന്റെ മേൽവിലാസം മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ. ബാപ്പ താമസിച്ചിരുന്ന വീടും സംഗീതോപകരണങ്ങളും എൻ്റെ ഉമ്മയുടെ തോരാത്ത കണ്ണീരുമാണ് എന്നെ ഒരു പാട്ടുകാരനാക്കിയത്. പക്ഷേ എങ്ങും എത്തിയില്ല. തീരാത്ത കടത്തെ മുങ്ങിയപ്പോഴും എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഈ വീട് വിട്ട് കളയരുതെന്ന്. ബാപ്പ ഇവിടെ ഇരുന്നാണ് പാടിയത്. ഈ ചുവരുകൾക്ക് ബാപ്പയുടെ സ്വരം അറിയാം. ഈ സിത്താറിലും വീണയിലും ബാപ്പയുടെ വിരലോടിയതാണ്. പക്ഷേ പാവ ഉമ്മ, ബാപ്പ ജീവിച്ചു മരിച്ച ആ വീടിന്റെ തിണ്ണയിൽ കിടന്ന് മരിക്കാൻ എൻ്റെ ഉമ്മയ്ക്ക് കഴിഞ്ഞില്ല. ആ വീട് കടം തീർത്ത് സ്വന്തമാക്കാൻ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ ഉദയവർമ്മ തിരുമനസിനോടൊപ്പം ഉറങ്ങാൻ വരെ അർഹതയുണ്ടായിരുന്നിട്ടും ബാധ്യതകൾ മാത്രം ബാക്കി വെച്ച അമീർ ഖാൻ സാഹിബിന്റെ മകന് അങ്ങനെ എന്തും ചെയ്യാൻ കഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. കഴിയുമായിരുന്നെങ്കിൽ ബോംബെയിലെ വേശ്യാ തെരുവുകളിൽ ആ ബാപ്പയുടെ മകന് പാടി നടക്കേണ്ടി വരുമായിരുന്നു. തിരുമനസ്, ഞാൻ ചെയ്തുപോയ തെറ്റിന് ഒരു പഴയകാല സുഹൃത്തിന്റെ മകൻ എന്ന നിലയിൽ മാപ്പ് തരാൻ കനിവുണ്ടാകും. അനന്ത, അമീർ ഖാൻ സാഹിബിന്റെ മകനോട് ഞാൻ പുറത്തിരിക്കുന്നു. പക്ഷേ സ്ഥിരബുദ്ധിയില്ലാത്ത ഒരമ്മയോട് താൻ ആരുടെ പേരിലാ മാപ്പി ചോദിക്കുക? ഒന്നുറക്ക കരയാൻ പോലും അറിയാത്ത എന്റെ മകളോട് താൻ എന്ത് ന്യായ പറയുക? ഉണ്ണി, ഉണ്ണി, ഉണ്ണി എവിടെ? എന്റെ ഉണ്ണി എവിടെ? രാധേ, ഉണ്ണിയെ വിളിക്കൂ. ഉണ്ണി, ഉണ്ണി വരൂ. ഉണ്ണി, എന്റെ ഉണ്ണി എവിടെ? യദുകുല രാധ ഗോകുലം വിട്ട് മധുരയ്ക്ക് പോകുമ്പോ വിരഹിണി രാധയെ മറന്ന കണ്ണന്റെ കഥ പോലെ തന്നെയായി. തിരുമനസേ, മ്ലേച്ഛനും ദരിദ്രനുമായ ഒരു അബ്ദുള്ള അല്ലായിരുന്നു ഞാനെങ്കിൽ മ്ലേച്ഛന്മാരൊക്കെ പടിക്ക് പുറത്തായില്ലേ? പൂണൂലിട്ടത് കൊണ്ടായില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുള്ളവൻ, ഈശ്വരനെ അറിയുന്നവൻ എന്നാണ് അർത്ഥം. സംഗീതം ഈശ്വരനാണ്. താൻ സംഗീതം അറിയാവുന്നവനാണ്.
ഈ കൊട്ടാരവും എന്റെ സകല സ്വത്തുക്കളും ഞാൻ രാധയുടെ പേർക്ക് എഴുതി വെക്കുകയാണ്. ഉണ്ണീന്ന് വിളിച്ചാൽ താൻ ഇനിയും വിളി കേൾക്കുമെങ്കിൽ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകാതിരുന്നൂടെ?